ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇറച്ചിത്തോരൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു കടച്ചക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണ ഈ കടച്ചക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ കടച്ചക്ക എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ കടച്ചക്കയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇത് ചെറിയ കടച്ചക്ക ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ കടച്ചക്കയൊക്കെ ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് മാറും. അപ്പോൾ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. കടച്ചക്ക ഞാനിവിടെ ഇതേപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് വാടി വരണം, അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറണ വരയ്ക്കും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടച്ചക്കയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കടച്ചക്കയൊക്കെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടച്ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കടച്ചക്ക വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോൾ കടച്ചക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ഒരു പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പം നമ്മുടെ കടച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ കടച്ചക്ക ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.